ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഉടനെ തന്നെ നമ്മുടെ മുത്തശ്ശനും ആദർശും സത്യങ്ങളെല്ലാം തിരിച്ചറിയാൻ പോവുകയാണ്. അത് മാത്രമല്ല, ബൾക്കായിട്ട് സ്വർണം കടത്തുന്ന കേസിൽ നമ്മുടെ ഡേവിഡും അബിയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അബിയും ഡേവിഡും അറസ്റ്റിലായതിന് പിന്നിൽ നാഗേന്ദ്രൻ ഒളിവിൽ പോവുകയും ഇതിന്റെയൊക്കെ പിന്നിൽ നാഗേന്ദ്രൻ എന്നൊരാളുണ്ടെന്നുള്ള കാര്യം നവിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അത് അബിയുടെയും അവന്തിയുടെയും ഡേവിഡിന്റെയൊക്കെ സംസാരത്തിൽ നിന്ന് തന്നെ അബിയുടെയും അവന്തിയുടെയും അച്ഛനാണെന്ന് നവ്യ തന്നെ തിരിച്ചറിയുകയും ചെയ്യുകയാണ്. അങ്ങനെ നവ്യ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ആദർശനെ അറിയിക്കുകയും ചെയ്യും. ആദർശ് ആ വിവരങ്ങളെല്ലാം തന്നെ മുത്തശ്ശനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശന്റെ നിർദ്ദേശപ്രകാരം തന്നെ നന്ദുവിനോട് നാഗേന്ദ്രൻ എവിടെയാണ് ഒളിവിൽ താമസിക്കുന്നതെന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കാനും പറയുകയാണ്. അങ്ങനെ നന്ദു അവസാനം ഇവരുടെ മറ്റൊരു ഹോട്ടലിൽ നിന്ന് ഒളിവിൽ കഴിയുന്ന നാഗേന്ദ്രനെ കൈയോടെ പിടികൂടുകയാണ്. മുത്തശ്ശനും ആദർശും കൂടെ നാഗേന്ദ്രനെ പിടികൂടിയതിനു ശേഷം നാഗേന്ദ്രനിട്ട് കലി തീരുന്നവരെ തല്ലുകയും നല്ല പണി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. തറവാട്ടിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവരുടെ മുമ്പിൽ നല്ലവളായി അഭിനയിച്ച് എല്ലാ വിവരങ്ങളും ചോർത്തി കൊടുത്തുകൊണ്ടിരുന്നത് അവന്തികയാണെന്നുള്ള വിവരങ്ങളും മുത്തശ്ശനും ആദർശും നന്ദുവും ഒക്കെ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ അവന്തിക്കിട്ടും നല്ലൊരു സമ്മാനം മുത്തശ്ശനും ആദർശും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ എൻ ജ്വല്ലറി എന്ന സാമ്രാജ്യം രൂപപ്പെടുത്തിയെടുത്തത് എങ്ങനെയാണെന്നും അതിന്റെ തലപ്പത്തിരുന്നുകൊണ്ട് തന്നെ ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആരാണെന്നൊക്കെ നിയമത്തിന് മുമ്പിൽ അവരെ കുറ്റവാളികളാണെന്ന് തെളിയിക്കാനും അവർ കെട്ടിപ്പൊക്കിയ ആ സാമ്രാജ്യം തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് നന്ദു. ആ ഒരു വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വലിയൊരു തോൽവി നേരിട്ടതിന്റെ ആഘാതത്തിൽ നിന്ന് അബി ഇതുവരെയും റിക്കവർ ആയിട്ടില്ല കേട്ടോ. അബി ഇങ്ങനെ ഓഫീസിലിരിക്കുന്ന സമയത്ത് മാളവികയെ വിളിച്ച് വരുത്തുന്നുണ്ട് ക്യാബിനിലോട്ട്. എന്നിട്ട് മാളവികയോടായിട്ട് പറയുന്നുണ്ട്, മാളവിയെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാനുണ്ട്. അത് വേറൊന്നുമല്ല, ബിസിനസ് ആവശ്യമായ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയാട്ടോ. അപ്പൊ മാളവികയും പറയുന്നുണ്ട്, എന്താ സാർ, എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും മാളവികയുടെ മനസ്സിൽ അബിയെക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുണ്ട് കേട്ടോ. അബിയുടെ സ്വഭാവം ആദർശും നയനയൊക്കെ പറഞ്ഞ് നന്നായിട്ട് തന്നെ അറിയാം മാളവികയ്ക്ക്. മാളവിയെ കാണുമ്പോൾ മാത്രമല്ല അബിയുടെ ഈ ഒരു പെരുമാറ്റമൊക്കെ മാളവിക നന്നായിട്ട് തന്നെ വാച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാളവിക പറയുന്നുണ്ട്, എന്താണെങ്കിലും പറഞ്ഞോളൂ സാറെന്ന്. അബി ഉടനെ മാളവിയോട് അവിടെയുള്ള കസേരയിൽ ഇരിക്കാൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാളവിക ഏഞ്ചലുകാർക്ക് വേണ്ടി കുറെ അധികം കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് അറിയാം. എന്നാലും ഓണത്തിന്റെ സെയിൽ മുന്നിൽ കണ്ടുകൊണ്ട് ഇനിയും കുറച്ചും കൂടെ പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കണം. ഇപ്പൊ മാളവിക വരച്ച ഡിസൈൻസ് ഒക്കെ ഓരോന്നോരോന്നായി നമ്മളിപ്പോ പണിക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അവർ ആ മോഡലിലുള്ള പുതിയ പുതിയ ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ മാളവിക തന്നെ നൽകണം. അല്ല, എല്ലാ ഡിസൈൻസും മാളവികയുടെ ഭാവനയിൽ നിന്നുണ്ടാകുന്നതാണല്ലോ. മാളവികയുടെ മനസ്സിൽ ഉദിക്കുന്ന ആ ഒരു ഡിസൈൻ മാളവിക ഉദ്ദേശിക്കുന്ന അതേ പെർഫെക്ഷനോട് കൂടി തന്നെ കിട്ടണ്ടേ, എങ്കിലല്ലേ ആ ഡിസൈനൊക്കെ വളരെ മനോഹരമാവുള്ളൂ. അതുകൊണ്ടാണ് മാളവികയുടെ ഒരു നിർദ്ദേശം കൂടി വേണമെന്ന് പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും മാളവിക പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ സാർ, എന്റെ ഭാഗത്തുനിന്ന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാൻ റെഡിയാണ് സാർ. നേരത്തെ തന്നെ ഡേവിഡ് സാറും എന്നോട് ഇക്കാര്യത്തെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഞാൻ വരച്ച ഡിസൈൻസ് കൊണ്ട് ഉണ്ടാക്കിയ ആഭരണങ്ങളെല്ലാം നല്ല ഭംഗിയുള്ള ആഭരണങ്ങളായിട്ടുണ്ട് സാർ. അതിലിനി പ്രത്യേകിച്ച് ഒരു നിർദ്ദേശമൊന്നും കൊടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അവരുടെ അടുത്തേക്ക് ചെല്ലാത്തതെന്നൊക്കെ മാളവിക പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അബിയും പറയുന്നുണ്ട്, ഡേവിഡ് സാർ അങ്ങനെ ഒരു കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് മാളവിക ഉറപ്പായും ചെയ്യണം. ഡേവിഡ് സാർ പറയുന്ന കാര്യങ്ങളൊന്നും തള്ളിക്കളയാൻ പാടില്ല. അതോടൊപ്പം മാനേജറായ ഞാൻ പറയുന്നതും കൂടി മാളവിക അനുസരിക്കണം എന്നിങ്ങനെ പറയുകയാണേ. അപ്പൊ മാളവികയും പറയുന്നുണ്ട്, അതിനിപ്പോ എന്താ സാർ, അതൊക്കെ ഞാൻ അനുസരിച്ചോളാം. അല്ലെങ്കിലും ജോലി സംബന്ധമായ നമുക്ക് മുകളിലുള്ളവർ പറഞ്ഞാൽ നമ്മൾ അനുസരിച്ചല്ലേ പറ്റുള്ളൂ സാർ. അതിലൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. ജ്വല്ലറി നാൾക്ക് നാൾ വളരണമെന്നാണ് എൻ്റെയും മനസ്സിലെ ആഗ്രഹം. അതിനായിട്ട് ഇവിടെയുള്ള സ്റ്റാഫുകളെല്ലാം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട് മാളവിക. അബി പറയുന്നുണ്ട്, മാളവികയെ നമുക്ക് ഈ ഡീൽ നഷ്ടമായതോടുകൂടി നമ്മുടെ സെയിൽസിലൊക്കെ ഒരുപാട് കുറവ് വന്നിട്ടുണ്ട്. എന്നാലും മൂർത്തിസ് ജ്വല്ലറിയുടെ മുമ്പിൽ ഇനി ഒരിക്കലും തോക്കാൻ പാടില്ല. ഇനി ഇതുപോലെ എത്ര ഡീൽ വന്നാലും അതെല്ലാം നമ്മളെ ജ്വല്ലറിക്ക് തന്നെ കിട്ടണം. അതിനുവേണ്ടി എത്ര പണിപ്പെടാനും ഞാൻ തയ്യാറാ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജ്വല്ലറിയുടെ ഈ വളർച്ച എന്നേക്കുമായിട്ട് നിലനിൽക്കണം. ഇനി ഒരിക്കലും മൂർത്തിസ് ജ്വല്ലറി നമുക്കൊരു എതിരാളികളായിട്ട് ഉണ്ടാവാനേ പാടില്ല. അതുപോലെ അവരെ നമുക്ക് തകർക്കണം. ഇനി അങ്ങോട്ടേക്ക് ഓണമാണ് വരാൻ പോകുന്നത്. വിഷുവിന് നമ്മൾ സെയിൽ കൈയടക്കിയതുപോലെ ഓണത്തിനും നമ്മുടെ ജ്വല്ലറിയിലൊക്കെ ആയിരിക്കണം സെയിൽ നടക്കേണ്ടത്. അതൊരു റെക്കോർഡ് സെയിൽ തന്നെ ആയിരിക്കണം. അതിനുവേണ്ട എല്ലാ സഹായവും മാളവികയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. അതിനുവേണ്ടി മാളവിക കുറച്ചും കൂടി കഷ്ടപ്പെടണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഡയമണ്ട് ആഭരണങ്ങൾക്കും അതുപോലെ സ്വർണത്തിന്റെ ആഭരണങ്ങൾക്കും വേറെ വേറെ കുറെ അധികം ഡിസൈൻസ് വരയ്ക്കേണ്ടി വരും. ലൈറ്റ് ആയിട്ടുള്ളതും ഹെവി ആയിട്ടുള്ളതും അങ്ങനെ പല പല ഡിസൈൻസ്. അല്ല, മാളവികയ്ക്ക് ഇതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാട്ടോ. ഞാൻ എല്ലാം കൂടെ മാളവികയുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ നിൽക്കാന്നൊന്നും ചിന്തിക്കരുത്. വേണമെങ്കിൽ നമുക്ക് മാളവികയ്ക്ക് ഒരു സഹായത്തിന് ഒരു ഡിസൈനർ കൂടെ നിയമിക്കാം. അതിലൊന്നും ഒരു പ്രശ്നമില്ല. എന്നാലും മെയിൻ ഡിസൈനറായിട്ട് മാളവിക തന്നെ ആയിരിക്കും മുൻപന്തിയിൽ. അതൊന്നും ഓർത്ത് മാളവിക വിഷമിക്കേണ്ട. പുതിയൊരു സ്റ്റാഫ് കൂടി വന്നാലും മാളവികയ്ക്ക് കിട്ടേണ്ട പരിഗണന ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് തന്നെ കിട്ടുമെന്നും പറയുമ്പോഴേക്കും മാളവിക പറയുന്നുണ്ട്, അയ്യോ സാർ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ സാർ. വിഷുവിന് നമ്മൾ സെയിൽ കൈയടക്കിയതുപോലെ
ഓണത്തിനും നമ്മുടെ കമ്പനി തന്നെ ഒന്നാമതെത്തുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്നെ കൊണ്ട് കഴിയും പോലെ എല്ലാ തരത്തിലുമുള്ള ഡിസൈൻസ് ഞാൻ വരച്ചോളാം, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല, എനിക്ക് കുറച്ച് സമയം തന്നാൽ മാത്രം മതി എന്നൊക്കെ മാളവിക പറയുന്നുണ്ട്. എന്താ സർ, ഞാൻ വരയ്ക്കുന്ന ഡിസൈൻസ് പോരാന്ന് സാറിന് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ മാളവിക ചോദിക്കുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അയ്യോ മാളവിക, അങ്ങനെയൊന്നും ഓർത്തിട്ടല്ല, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അന്ന് ആ ഡീലിന്റെ സമയത്ത് മാളവിക വരച്ച ഡിസൈൻസിനെക്കാളും നയന വരച്ച ഡിസൈൻസിനാണ് അവർ പ്രാധാന്യം കൊടുത്തത്. പാരമ്പര്യം നിലനിർത്തിയത് നയന വരച്ച ഡിസൈൻസിനാണെന്ന് അവർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നയന കളക്ഷൻസിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കളക്ഷൻസ് മാളവികയ്ക്ക് വരയ്ക്കാൻ കഴിയില്ലേ? മാളവിക മനസ്സ് വെച്ചാൽ അതൊക്കെ നടക്കാവുന്നതേ ഉള്ളൂ. മാളവിക ഒന്നും കൂടെ ഒന്ന് ആഞ്ഞു പരിശ്രമിച്ചാൽ അതിനേക്കാളും നല്ല ഡിസൈൻസ് മാളവികയ്ക്ക് വരയ്ക്കാൻ കഴിയും. അതിനർത്ഥം മാളവിക വരച്ച ഡിസൈൻസ് ഒക്കെ മോശമാണെന്നല്ല കേട്ടോ. മാളവിക അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും തന്നെ മാളവിക പറയുന്നുണ്ട്, അയ്യോ സാർ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ സാർ, നയനാസ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എന്നെക്കാളും വളരെ നല്ലൊരു ഡിസൈനറാണ് മൂർത്തിസ് ജ്വല്ലറിയിലെ നയന. അവർ വരയ്ക്കുന്ന ഡിസൈൻസിന്റെ ഒക്കെ ഒപ്പം എത്താൻ എനിക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല, കാരണം എന്നെക്കാൾ കഴിവ് കൂടുതലുള്ളവരാണ് അവര്. പിന്നെ എക്സ്പീരിയൻസിന്റെ കാര്യവും പറയണമല്ലോ സാർ, അവർക്ക് എന്നെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഒക്കെ കാണും, അതുകൊണ്ടായിരിക്കാം അവർ വരയ്ക്കുന്ന ഡിസൈൻസിനൊക്കെ ഇത്ര ഭംഗി ഉണ്ടാവുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അപ്പൊ അഭി പറയുന്നുണ്ട്, അയ്യോ മാളവിക സങ്കടപ്പെടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്, വരാൻ പോകുന്ന ഓണത്തിന് നമ്മൾ തന്നെ നമ്പർ 1 ആകണം, നമുക്ക് മുകളിലേക്ക് മൂർത്തിസ് ജ്വല്ലറി എത്താൻ പാടില്ല, അതുകൊണ്ട് ഞാൻ മാളവികയെ ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. മാളവികയുടെ ഭാഗത്തുനിന്നും അത്യാവശ്യം ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്ക് അനുസരിച്ച് നമ്മൾ ഡിസൈൻസ് ഒക്കെ തയ്യാറാക്കി വെച്ചാലല്ലേ അവർക്ക് അതൊക്കെ പർച്ചേസ് ചെയ്യാൻ തോന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ അഭി പറയാട്ടോ. അങ്ങനെ അതിനുശേഷം മാളവിക ക്യാബിലോട്ട് പോയി ഇരിക്കുമ്പോഴേക്കും അഭി പറഞ്ഞ കാര്യങ്ങളൊക്കെ മാളവിക ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. മൂർത്തിസ് ജ്വല്ലറി അല്ലടാ താഴേക്ക് പോകാൻ പോകുന്നത്, എം ജ്വല്ലറിയാ. എം ജ്വല്ലറി എന്ന സാമ്രാജ്യമാണ് തകർന്നടിയാൻ പോകുന്നത്. ഞാനിപ്പോൾ കുറച്ച് ഡിസൈൻസ് ഒക്കെ വരച്ച് തന്നെങ്കിലും അതൊന്നും എൻ്റെ കഴിവല്ലായിരുന്നു, അതെല്ലാം തന്നെ മൂർത്തിസ് ജ്വല്ലറിയിലെ നയന മേഡം വരച്ചതായിരുന്നു. അത് നിങ്ങളുടെ ഒരു വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി ചെയ്തതല്ലേ. ഇനി എന്തായാലും അതൊന്നും നീ പ്രതീക്ഷിക്കേണ്ടടാ. എനിക്കറിയാവുന്ന ഡിസൈൻസ് പോലും ഞാൻ ഇനി മര്യാദയ്ക്ക് വരച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്രാവശ്യത്തെ ഓണം മൂർത്തിസ് ജ്വല്ലറി തന്നെ കൈയെടുക്കും. നഷ്ടമായ പ്രൗഢിയും പ്രശസ്തിയൊക്കെ മൂർത്തിസ് ജ്വല്ലറി തന്നെ നേടിയെടുക്കുമെന്നൊക്കെ മാളവിക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനൊക്കെ ശേഷം പിറ്റേ ദിവസം ഇതേ കാര്യം ആവർത്തിച്ചുകൊണ്ട് തന്നെ മാളവികയുടെ ക്യാബിലേക്ക് നമ്മുടെ അഭി കയറി വരികയാണ്. പെട്ടെന്ന് അഭി ക്യാബിലേക്ക് കയറി വരുമ്പോഴേക്കും മാളവികയും ചെറുതായിട്ടൊന്ന് ഷോക്കാവുന്നുണ്ട്. എന്താ സാർ, എന്താ കാര്യം? സാറ് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുമായിരുന്നല്ലോ, സാർ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അത് സാരമില്ല, ഞാൻ മാളവികയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാളവികയ്ക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് മുമ്പിൽ അധികം സമയമൊന്നുമില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഡിസൈൻസ് ഒക്കെ വരച്ചു തുടങ്ങിക്കോന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുകയാണ്. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, അത് ഞാൻ നോക്കിക്കോളാം സാർ. ഞാൻ പറഞ്ഞല്ലോ സാർ, എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ എം ജ്വല്ലറിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിരിക്കും. പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് സാർ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുകയാണെ. അപ്പോൾ അഭി പറയുന്നുണ്ട്, അത് പിന്നെ മാളവികയെ ഞാൻ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാനാണ് വന്നത്. മാളവികയ്ക്ക് അറിയാവല്ലോ, ഡേവിഡ് സാറിന് ഇപ്പം മാളവികയോട് അത്ര വലിയ കാര്യമൊന്നുമില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അന്ന് ആ ഡീൽ ഉറപ്പിക്കാൻ പോയ സമയത്ത് മാളവിക വരച്ച ഡിസൈൻസ് ഒക്കെ ആണല്ലോ നമ്മളവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനേക്കാളും നല്ല ഡിസൈൻസ് ആണ് മൂർത്തിസ് ജ്വല്ലറിക്കാരെ അവിടെ കൊടുത്തത്. അതറിഞ്ഞപ്പോൾ മുതൽ മാളവിയേക്കാളും നല്ലൊരു ഡിസൈനറെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഡേവിഡ് സാർ. അതുകൊണ്ടാണ് ഞാൻ മാളവിയോട് കുറച്ചും കൂടെ നല്ല ഡിസൈൻസ് ഒക്കെ വരയ്ക്കാൻ ആവശ്യപ്പെട്ടത്. അത് വേറൊന്നും കൊണ്ടല്ല, മാളവിക ഈ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യണമെന്ന് എനിക്ക് ചെറിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡേവിഡ് സാറിനോട് കൂടുതൽ അക്കാര്യത്തെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കാഞ്ഞത്. കാരണം മറ്റൊരു ഡിസൈനറെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. മാളവിക വരയ്ക്കുന്ന ഡിസൈൻസ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ വരയ്ക്കുകയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് വേറൊരു ഡിസൈനറെ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ മാളവികയെ. അധികം വൈകാതെ തന്നെ മാളവിക ഈ കമ്പനിയുടെ ഒരു ഭാഗമായി മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ മാളവികയെ ആ കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാനായിട്ട് ഇപ്പം വന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് നവ്യ കയറി വരുന്നത്. നവ്യ കയറി വരുന്ന കാണുമ്പോഴേക്കും തന്നെ അഭിക്ക് ഷോക്കാവുന്നുണ്ട്. ഷോക്കാവുന്നതിലപ്പുറം അഭിക്ക് നല്ല ദേഷ്യമാണ് കേട്ടോ വരുന്നത്. കാരണം മാളവികയുമായിട്ട് ഒരടുപ്പം കാണിച്ച് തുടങ്ങിയിരിക്കുന്ന സമയത്താണ് അതിന് ഇടങ്കോലിട്ട് നവ്യ കയറി വന്നിരിക്കുന്നത്. നവ്യ അകത്തേക്ക് കയറി വന്ന പാടെ മാളവിക എഴുന്നേക്കുന്നുണ്ട്. അഭിക്ക് ദേഷ്യം വന്നിട്ട് തന്നെ അഭി ചോദിക്കുന്നുണ്ട്, നവ്യെ എന്താ ഈ കാണിച്ചത്? നിനക്ക് മാനേഴ്സ് ഇല്ലേ? ഒരാളുടെ റൂമിലോട്ട് കയറി വരുമ്പം ഒന്ന് മുട്ടിട്ടെങ്കിലും വന്നൂടെ? ഇതൊരു ഓഫീസാണെന്നുള്ളത് നിനക്ക് അറിയില്ലേ നവ്യെ? പിന്നെ എന്താ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ മാളവികയുടെ മുമ്പിലിട്ട് നവ്യനെ ചീത്ത പറയുകയാണ് അഭി. അപ്പോൾ നവ്യക്ക് ആകെ അങ്ങ് വിഷമമാവുകയാണ് കേട്ടോ. നവ്യ പറയുന്നുണ്ട്, ഓ സോറി, ഞാൻ അറിയാതെ കയറി വന്നതാ. നിന്റെ ക്യാബിലാണ് ഞാൻ ആദ്യം പോയത്, അവിടെ നിന്നെ കാണാഞ്ഞോണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയാം കേട്ടോ നവ്യ. അല്ല, നീ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നതിന് നീ എന്തിനാ ഇത്ര അധികം ദേഷ്യപ്പെടുന്നത്? ഞാൻ മാളവികയുടെ ക്യാബിലേക്കല്ലേ കയറി വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണെ. നവ്യെ, ഇതൊരു ഓഫീസാണ്,
ഇവിടെ ആരുടെ റൂമിൽ കയറണമെങ്കിലും ഒന്ന് മുട്ടിയിട്ട് കയറുന്നത് അതിൻ്റെ ഒരു മാനേഴ്സ്. അതെന്താ നീ നോക്കാത്തത്? അല്ലാതെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് ഇടിച്ചു കയറി വരികയല്ല ചെയ്യേണ്ടത് എന്നിങ്ങനെ പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പം നവ്യയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും നവ്യ എല്ലാം അടക്കി പിടിച്ചിരിക്കുകയാണ്. അല്ല, നിനക്ക് എന്താ അഭി പറ്റിയത്? നീ എന്തിനാ ഇങ്ങനെ വെറുതെ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ നിന്റെ ഭാര്യയല്ലേ? നിന്റെ ക്യാബിൽ പോയി നോക്കിയപ്പം നിന്നെ അവിടെ കാണാനുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ല, മാളവികയുടെ ക്യാബിലേക്ക് കയറി വന്നതിന് നീ ഇത്രയധികം ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നീ ഈ കമ്പനിയിലെ മാനേജർ ആണെങ്കിൽ ഞാൻ ഈ കമ്പനിയിലെ മോഡലാ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അഭിക്ക് അങ്ങോട്ടേക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അഭി പറയുന്നുണ്ട്, ഭാര്യയും ഭർത്താവും ഒക്കെ അങ്ങ് വീട്ടില്, ഇതൊരു ഓഫീസാണ്, ഇവിടെ നീ ഒരു മോഡലായിരിക്കും, ഞാൻ ഈ കമ്പനിയുടെ മാനേജറാ, അത് നിനക്ക് ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഷൗട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ മാളവികയുമായിട്ട് കുറച്ച് അർജന്റ് മാറ്റേഴ്സ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓണത്തിന് പുതിയ പുതിയ ആഭരണങ്ങൾ ഇറക്കാൻ കുറച്ചധികം ഡിസൈൻസ് ഒക്കെ ആവശ്യമായിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലോട്ടാ നീ ഇടിച്ചു കയറി ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ മാളവിക പറയുന്നുണ്ട്, അയ്യോ സാർ, വെറുതെ എന്തിനാ നവ്യ മേഡത്തിനെ ചീത്ത പറയുന്നത്? അഭി സാർ ഇവിടെ ഉള്ളത് മേഡത്തിന് അറിയില്ലായിരുന്നല്ലോ. മേഡം എൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാൻ വന്നതായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ മാളവിക. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, സോറി, ഞാൻ അങ്ങനെ കയറി വരാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ബിസിനസിന്റെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലല്ലോ. സോറി, ഞാൻ പുറത്തിരുന്നോളാം എന്നിങ്ങനെ നവ്യ പറയുമ്പോഴേക്കും മാളവിക പറയുന്നുണ്ട്, അയ്യോ മേഡം വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. വിഷുവിന്റെ സെയില് നമ്മൾ കൈയടക്കിയ പോലെ തന്നെ ഓണവും നമ്മൾ കൈയടക്കണം എന്നൊക്കെ സാറ് പറയുകയായിരുന്നു. അതിനുവേണ്ടി കുറച്ചധികം പുതിയ ഡിസൈൻസ് ഒക്കെ വരയ്ക്കുന്ന കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറയുകയാണ് മാളവിക. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി മാളവികയെ, ഞാൻ ഇങ്ങോട്ടേക്ക് ഇടിച്ചു കയറി വരാൻ പാടില്ലായിരുന്നു. പുതിയ ഡിസൈൻസിനെ കുറിച്ചൊക്കെ സാറ് നിന്നോട് പല കാര്യങ്ങളും പറയും, പല അഭിപ്രായങ്ങളും കാണുമല്ലോ. മിക്കവാറും അബിയുടെ മനസ്സിലുള്ള കുറച്ചധികം ഡിസൈൻസ് ഒക്കെ മാളവിക്ക് പറഞ്ഞു തരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ മാളവിക്ക് വന്ന് മനസ്സിലാക്കുന്നത് നല്ലതെന്നൊക്കെ പറയുക കേട്ടോ. എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അബിക്കാണെങ്കിലും സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു വിഷയത്തിൽ നിന്ന് മാറിപ്പോയതുകൊണ്ട് തന്നെ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മാളവിക്ക് എന്തായാലും നവ്യയുടെ സംസാരത്തിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അബിയുടെ കയ്യിലിരിപ്പം അബിയുടെ സ്വഭാവമൊക്കെ നല്ലവണ്ണം തന്നെ അറിയാവുന്നതുകൊണ്ടാണ് സൂക്ഷിച്ചാൽ നിനക്ക് തന്നെ കൊള്ളാം എന്നൊരു അർത്ഥം വെച്ച് നവ്യ പറഞ്ഞിട്ട് പോയെന്നുള്ളത് മാളവിക്ക് മനസ്സിലാവുന്നുണ്ട്. നവ്യ അവിടുന്ന് പോയതിനു ശേഷവും അബി നല്ല ദേഷ്യത്തിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. നവ്യ പുറത്ത് പോയതിനു ശേഷം മാളവികയോടായിട്ട് അബി പറയുന്നുണ്ട്, കണ്ടില്ലേ, ഇങ്ങനെയാ ഇവൾക്കൊരു മാനേഴ്സും ഇല്ല, ആരോടും എന്തോ ആകാന്നൊക്കെയുള്ള ഒരു ധാരണയാണ് അവളുടെ മനസ്സിൽ. അവൾ വലിയൊരു മോഡലാന്ന് പറഞ്ഞ് എല്ലാവരും അവളെ തലയെ വെച്ചുകൊണ്ട് നടക്കാന്ന് അവളുടെ വിചാരം. അവളുടെ പ്രവൃത്തിയിലും അവളുടെ സംസാരത്തിലും ഒക്കെ അഹങ്കാരവാ. പോരാത്തതിന് അവൾക്ക് തന്നെ സംശയവാ. ഏതെങ്കിലും ഒരു പെണ്ണിനോട് സംസാരിക്കുന്ന കണ്ട അപ്പൊ തന്നെ അവൾ അങ്ങോട്ടേക്ക് വരും. പൊതുവെ ഞാൻ പെൺകുട്ടികളോട് സംസാരിക്കുന്ന പോലും അവൾക്ക് ഇഷ്ടമല്ല. ആരോടെങ്കിലും ഞാൻ അടുപ്പം കാണിക്കുമെന്നൊക്കെയുള്ള ഒരു പേടിയാണ് അവളുടെ മനസ്സിൽ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മാളവികമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾ ഇടിച്ചു കയറി വന്നത്. ഇതുപോലെ തന്നെയാ എല്ലാ കാര്യങ്ങളിലും. അവൾ പറഞ്ഞതിനപ്പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഒരു സ്വഭാവം അവളുടെ കൂടെ ജീവിച്ചു പോകുന്നത് വലിയ പാടുപെട്ടാന്നൊക്കെയുള്ള രീതിയിൽ അബി ഇങ്ങനെ പറയുകയാണ്. അപ്പൊ മാളവിക്ക് എല്ലാം അറിയാവുന്നതുകൊണ്ട് മാളവിക്കാണെങ്കിലും അതെല്ലാം കേട്ട് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്റെ അടുത്ത സുഹൃത്തുക്കളായിട്ട് പോലും എനിക്കൊരു കോണ്ടാക്റ്റും ഇല്ല. എല്ലാം ഇവള് കാരണമാ. ഞാൻ പറഞ്ഞില്ലേ, സംശയരോഗം അത് തന്നെയാ. ഇപ്പൊ മാളവികയോടും എനിക്ക് എന്തെങ്കിലും ചെറിയ അടുപ്പമുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാ മാളവിയുടെ റൂമിലേക്ക് അവൾ കൂടെ വരുന്നത്. എന്നിട്ട് എന്നെ മോശമാക്കുന്ന രീതിയിലല്ലേ ഇപ്പൊ മാളവിയോട് അവൾ സംസാരിച്ചിട്ട് പോയത്. ഇത് തന്നെയാ അവസ്ഥ. എന്റെ എല്ലാ സുഹൃത്തുക്കളോടും അവൾ ഇങ്ങനെയാ സംസാരിക്കുന്നത്. എല്ലാവരുടെ മുമ്പിൽ എന്നെ അങ്ങ് മോശക്കാരനാക്കും. പിന്നെ താലി കെട്ടിയ ഭാര്യയായി പോയില്ലേ, എന്റെ കുഞ്ഞിന്റെ അമ്മയായി പോയില്ലേ, അതുകൊണ്ട് മാത്രമാ ഞാൻ ഇവളോട് ക്ഷമിച്ച് ജീവിക്കുന്നതൊക്കെയുള്ള രീതിയിൽ അഭി പറയുകയാണേ. അപ്പൊ മാളവിക ഒന്നും അറിയാത്ത ആളെ പോലെ തന്നെ പറയുന്നുണ്ട്, ആണോ സർ, ഇത്രയും ബുദ്ധിമുട്ടിയാണോ നവ്യ മേഡത്തിന്റെ കൂടെ സാർ ജീവിക്കുന്നത്? പക്ഷെ നിങ്ങളെ കണ്ട അങ്ങനൊന്നും പറയില്ല സർ, നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായിട്ടേ പറയുള്ളൂ എന്നൊക്കെ മാളവിക പറയുമ്പോഴേക്കും അതൊക്കെ വെറും പ്രഹസനം മാത്രമാണ് മാളവികയെ. അവളുടെ കൂടെ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നതെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അവളുടെ സ്വഭാവം തുടർന്നും ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവളുമായിട്ട് ഒരു കുടുംബജീവിതം ഒത്തുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാളവികയെ. അങ്ങനെയാണെങ്കിൽ അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാവുമെന്നൊക്കെ ഇങ്ങനെ അഭി സങ്കടപ്പെട്ട് പറയുകയാണ്. മാളവികയുടെ മനസ്സിൽ തന്നെക്കുറിച്ചുള്ള ഒരു ബാഡ് ഇംപ്രഷനൊക്കെ മാറി നല്ലൊരു ഇംപ്രഷൻ ആകാനും അവളുടെ മനസ്സിലൊന്ന് കയറി കൂടാനും ഒക്കെ വേണ്ടിയിട്ടാണ് അബി ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും തട്ടിവിടുന്നത്. എന്നാൽ അബിയുടെ ശരിക്കുള്ള സ്വഭാവവും അനഘ എന്ന പെൺകുട്ടിയെ ചതിച്ച കാര്യങ്ങളും എല്ലാം തന്നെ ആദർശം നയനയും പറഞ്ഞ് മാളവികയ്ക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ഇതൊക്കെ ഇവൻ വെറുതെ തട്ടിവിടുന്നതാണെന്നും തൽക്കാലം ഇവൻ പറയുന്നതൊക്കെ കേട്ട് അതേന്നുള്ള മട്ടിൽ ഇരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ മാളവികയും ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് അഭി പറയുന്നുണ്ട്, മാളവിക ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. മാളവികയ്ക്ക് എന്നിൽ നിന്നും എന്ത് സഹായം വേണമെങ്കിലും മാളവിക ധൈര്യമായിട്ട് ചോദിച്ചോ. മാളവികയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാൻ ഞാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഒന്നും കൊണ്ട് മാളവിക വിഷമിക്കേണ്ട. നല്ല ആത്മാർത്ഥമായിട്ട് ഇവിടെ ജോലി ചെയ്ത മാളവിക പ്രതീക്ഷിക്കുന്നതിലപ്പുറം മാളവികയ്ക്ക് ഇവിടുന്ന് മെച്ചം ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ് അഭി. ഈ ഓണത്തിന്റെ സെയില് നമുക്ക് കൈയെടുക്കാൻ കഴിഞ്ഞാൽ എന്റെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ മാളവികയ്ക്ക് തരുന്നതായിരിക്കും. അത് മാളവിക മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാളും വലിയൊരു ഗിഫ്റ്റ് തന്നെയായിരിക്കും എന്നൊക്കെ അഭി പറയുന്നുണ്ട് കേട്ടോ.
അപ്പൊ മാളവിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നിന്റെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് അറിയാവിടാ. എന്നെയും കൂടെ നിന്റെ വലയിൽ പെടുത്തണം എന്നല്ലേ നീ വിചാരിക്കുന്നത്? അതിന് നീ വേറെ ആളെ നോക്കണം. നിന്റെ ഫുൾ കാര്യങ്ങളും അരച്ചു കലക്കി കുടിച്ചിട്ട് തന്നെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്നോട് തന്നെ നിന്റെ വെള്ളത്തിൽ ഇറക്കണോടാന്നൊക്കെയാണ് മാളവിക മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതും പറഞ്ഞതിന് ശേഷം അബി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അബിയുടെ ക്യാബിനിൽ ഇരിക്കുന്നുണ്ട്. മാളവികയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യ അങ്ങോട്ടേക്ക് കയറി വന്നതും മാളവികയുടെ മുമ്പിൽ വെച്ച് തന്നെ കൊച്ചാക്കുന്ന രീതിയിൽ സംസാരിച്ചതൊക്കെയും അബിക്ക് നല്ല ദേഷ്യമാവുന്നുണ്ട്. അബി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അധിക നാളൊന്നും ഇനി നീ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലടി. ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കാൻ ഇനി അധിക താമസമൊന്നുമില്ല. അങ്ങനെ എല്ലാം എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുമ്പോഴേക്കും നിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പറഞ്ഞേക്കും. പിന്നെ ഈ ഭൂമുഖത്ത് തന്നെ നീ ഉണ്ടാകും എന്നുള്ള കാര്യം സംശയവാ. നീ എന്നെ കൊച്ചാക്കി സംസാരിക്കുന്നോടി. നീ വിചാരിക്കും പോലെ നിന്റെ ഔദാര്യത്തിനൊന്നും അല്ലടി ഞാൻ ഇവിടെ കയറി പറ്റിയത്. ഇതെന്റെ അച്ഛന്റെ കമ്പനിയാ. ഇവിടെ നിന്നെക്കാൾ കൂടുതൽ അധികാരം എനിക്കാ ഉള്ളത്. ഭാവിയിൽ ഈ കമ്പനി എന്റെ സ്വന്തമാകും. ഞാൻ ഈ കമ്പനിയുടെ മാനേജറാ. ഈ കമ്പനിയിൽ ആരൊക്കെ വേണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. മാളവിയെ എന്റെ വഴിക്ക് കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും. അതിലെനിക്ക് ആരുടെയും സപ്പോർട്ടിന്റെ ആവശ്യമില്ല. ഇനി നീ അത് കണ്ടുപിടിച്ചാലും എനിക്കത് പുല്ല. കാരണം നിന്നെ തന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പോവുമല്ലേ. പിന്നെ എന്തിനാടി ഞാൻ നിന്നെ ഭയക്കുന്നതെന്നൊക്കെയാണ് അബി മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ എന്റെ ഭാര്യയായി കൂട്ടിയിട്ട് എന്റെ ജീവിതം തൊലച്ചു കളയാൻ ഞാൻ സമ്മതിക്കില്ലടി. നീ എങ്ങനെയാണ് എന്റെ ജീവിതത്തിലേക്ക് വന്നതെന്നും നിന്നെ ഒഴിവാക്കാൻ ഞാൻ എത്രമാത്രം ശ്രമിച്ചിട്ടുള്ളതെന്നൊക്കെ നിനക്ക് തന്നെ അറിയാമല്ലോ. പിന്നെ നിന്നോട് ഇപ്പൊ കാണിക്കുന്ന സ്നേഹം അത് വെറും അഭിനയം മാത്രമാ. തൽക്കാലം പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രം കാണിക്കുന്ന ഒരു അനുകമ്പ. അതിൽ കൂടുതൽ ഒന്നും തന്നെ ഇല്ല. എത്രയും പെട്ടെന്ന് തന്നെ നീ ഞാനും തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിക്കാൻ പോവാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അബി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നവ്യ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് മാളവിയോട് ഒരു സോഫ്റ്റ് കോർണറൊക്കെ? നിന്റെ പഴയ സ്വഭാവം നീ പിന്നെയും പുറത്തെടുക്കാൻ നോക്കുകയാണോ? അല്ല, നീ ഇപ്പോൾ ഒരു അധികാരത്തിലിരിക്കുകയാണല്ലോ. ആ സമയത്ത് നിനക്ക് എന്തോ ആകാന്നൊരു തോന്നലുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അബി പറയുന്നുണ്ട്, അയ്യോ നവ്യേ, നീ എന്താ നവ്യ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്കറിയാമല്ലോ ഈ ഒരു ഡീല് നഷ്ടമായതിന്റെ ഷോക്കിന്ന് ഞാൻ ഇതുവരെ കരകയറിയിട്ടില്ല. ഇനി നമുക്ക് മുമ്പിലുള്ള പ്രതീക്ഷ ഓണമാണ്. ഓണവും നമ്മൾ വിഷുവിനെ പോലെ തന്നെ കൈയടക്കിയാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഉണ്ടായ ഈ ഒരു ഇടിവൊക്കെ നികത്താൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് മാളവിയുമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, നീ കയറി വന്നപ്പോഴും അവളും അത് തന്നെയല്ലേ പറഞ്ഞത്. അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ അവളോട് മോശമായ രീതിയിൽ ഒരു കാര്യവും പറഞ്ഞിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ വരയ്ക്കാൻ ഞാൻ അവളോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നീ അങ്ങോട്ടേക്ക് കയറി വന്നത്. ഇത്രയും സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ കയറി വന്നപ്പം എനിക്ക് ദേഷ്യം വന്നതാ, അല്ലാതെ വേറൊന്നുമില്ല. നിനക്കറിയാമല്ലോ ഇപ്പൊ ഞാൻ ആളാകെ മാറിയില്ലേ. ഇപ്പൊ നീയും കുഞ്ഞും അല്ലാതെ എന്റെ മനസ്സിൽ വേറെ ആരുമില്ല. ഇപ്പൊ ഞാനിങ്ങനെ അധികാരത്തോടെ ഈ കസാരയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ നീയല്ലേ നവ്യേ. നീ കാരണമല്ലേ എനിക്ക് ഈ ജോലിയും ഈ സൗഭാഗ്യങ്ങളും ഒക്കെ കിട്ടിയത്. അങ്ങനെയുള്ളപ്പോ നിന്നെ മറന്ന് ഞാൻ എന്തെങ്കിലും ചെയ്യുവോ? വെറുതെ നീ എന്നെ സംശയിക്കരുത് നവ്യേ. എനിക്കത് ഒരുപാട് വിഷമാകുമെന്നൊക്കെ അഭി അങ്ങ് തട്ടിവിടുകയാണ്. അപ്പൊ നവ്യക്ക് അറിയാം ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്നുള്ളത്. എന്നാലും നവ്യ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. നവ്യ പറയുന്നുണ്ട്, ഇപ്പൊ ഞാൻ വന്നത് നിന്നോട് വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാ. നീ മോഡലിനെ മാറ്റി പരീക്ഷിക്കാൻ പോകുന്ന കാര്യം ഡേവിഡ് സാറിനോട് പറഞ്ഞായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അത് വേറൊന്നും കൊണ്ടല്ലേ നവ്യേ. കേരളത്തിൽ നമ്മുടെ ജ്വല്ലറി ഓപ്പൺ ആക്കിയ സമയം മുതൽ ഈ കഴിഞ്ഞ വിഷു വരെ നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടി മോഡലായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന നീയല്ലേ. ഇപ്പോൾ ഓണം വരാൻ പോവുമല്ലേ. അപ്പോൾ കുറച്ച് സെലിബ്രിറ്റീസിനൊക്കെ വെച്ചിട്ട് പരസ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ മെച്ചം ഉണ്ടാവില്ല എന്ന് ഓർത്തിട്ടാ ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞെന്നൊക്കെ അബി ഇങ്ങനെ പറയുകയാണ്. ഇപ്പൊ നേരത്തെ പോലെ അല്ലല്ലോ, നമ്മുടെ ജ്വല്ലറിക്ക് സമൂഹത്തിലൊരു വിലയും നിലയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് കുറച്ച് സെലിബ്രിറ്റീസ് ഒക്കെ പരസ്യത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അവഗണിക്കുന്നത് ശരിയാണോ നവ്യേ? അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഡേവിഡ് സാറുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തെന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇപ്പം നമുക്കുണ്ടായ ഈ നഷ്ടമൊക്കെ നമുക്ക് ഓണത്തിന് തിരിച്ചു പിടിക്കാൻ കഴിയും. അങ്ങനെ മോഡലിനെ മാറ്റി നമ്മൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയല്ലേ അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത്. എന്നും പറഞ്ഞ് നിന്നെ പൂർണ്ണമായി ഒഴിവാക്കാനൊന്നും അല്ല തീരുമാനിച്ചേക്കുന്നത്. ഓണത്തിന്റെ സമയത്ത് അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യാൻ നമുക്ക് അവരെ ഉപയോഗപ്പെടുത്തിയാലോ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നിന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന കാര്യം ഞാൻ ഡേവിഡ് സാറിനോട് ഒരിക്കലും പറയില്ല. കാരണം നീ ഇല്ലാതെ ഞാനില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തട്ടിവിടുകയാണ് അബി. അപ്പൊ നവ്യ പറയുന്നുണ്ട്, അതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മളെക്കാളും സൗന്ദര്യമുള്ള ആളുകളൊക്കെ വരുമ്പോൾ പഴയ ആൾക്കാരെ ചവിട്ടിപ്പുറത്താക്കുകയല്ലേ ചെയ്യുന്നത്. അത് എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യം തന്നെയാണല്ലോ. ആ സമയത്ത് പഴയ അഭിനയിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ പോരാന്നൊരു തോന്നലും ഉണ്ടാകും എന്നിങ്ങനെ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, നബിയെ നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അങ്ങനെ നീ പോരാന്നൊരു തോന്നൽ എനിക്കുണ്ടാവുമോ? നിന്റെ കഴിവ് കൊണ്ടും നിന്റെ അഭിനയം കൊണ്ടും അല്ലേടി ഈ ജ്വല്ലറിക്ക് ഇത്രയും വലിയൊരു പബ്ലിസിറ്റി ഉണ്ടായത്. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട കസേരയിൽ ഇരിക്കുമ്പോഴും നീ ആത്മാർത്ഥമായിട്ട് കമ്പനി മുന്നേറണമെന്നാണല്ലോ ആഗ്രഹിക്കുന്നത്. അതെന്തായാലും നല്ല കാര്യമാണ് എന്നും പറഞ്ഞിട്ട് തന്നെ നിന്റെ ജോലിയൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നവ്യ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇറങ്ങി പോകുമ്പോൾ പോലും നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എടാ നിന്റെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ പൊളിച്ചെടുക്കും. ഇപ്പോഴും നിനക്കും നിന്നെ സഹായിച്ച ആ ഡേവിഡിനൊക്കെ ഈ ഡീല് സ്വന്തമാക്കാൻ കഴിയാതെ പോയതിന്റെ പിന്നിൽ ഞാനാണെന്നുള്ളത് നീ അറിയുന്നില്ലല്ലോ.
മാളവിയെ കൂടി നിന്റെ വലയിൽ വീഴ്ത്താന്നൊരു ഉദ്ദേശം നിന്റെ മനസ്സിലുണ്ട്. എന്നാൽ അവളിവിടെ രഹസ്യമായിട്ട് ജോലി ചെയ്യുന്നത് ആദർശേട്ടന് വേണ്ടിയാന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്നാൽ ആ പൊട്ടിക്ക് അതൊന്നും മനസ്സിലായിട്ടില്ലെന്നാ വിചാരം. എല്ലാം ഞാൻ അറിയുന്നുണ്ടടാ. നിന്റെ ഡേവിഡ് സാറിനെയൊക്കെ സർവനാശം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും കൊതിച്ചിരിക്കുന്നത്. എന്തായാലും തൽക്കാലം നീ ഇപ്പൊ ഇതൊന്നും അറിയാതിരിക്കുന്ന തന്നെയാ നല്ലത്. നിന്റെയൊക്കെ പിന്നിലുള്ള ആ കിങ് കോബ്ര അതാരാണെന്ന് കണ്ടുപിടിക്കുന്നവരെ ഞങ്ങൾ നിന്നെയൊക്കെ ഇട്ട് വട്ട് തട്ടിക്കൊണ്ടിരിക്കും എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് നവ്യ. അങ്ങനെ അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ നവ്യ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ശേഷം നമ്മുടെ അബിയും ഡേവിഡും നാഗേന്ദ്രയും ഒക്കെ കൂടി കള്ളക്കടത്ത് സ്വർണം വരുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓണം പ്രമാണിച്ച് ഇഷ്ടംപോലെ കളക്ഷൻസ് ഒക്കെ വേണമെന്നാണല്ലോ അബി പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. ഓണം സെയിൽ കൈയെടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ഡിസൈൻസ് വരയ്ക്കാൻ മാളവിയോട് പറഞ്ഞേക്കുന്ന പോലെ തന്നെ സ്വർണ്ണപ്പണിക്കാരും ഡയമണ്ട് ആഭരണങ്ങൾ പണിയുന്നവരോടുമൊക്കെ എല്ലാവരോടും കുറച്ച് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട്. കാരണം ബൾക്കായിട്ട് കള്ളക്കടത്ത് സ്വർണവും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട്സും ഒക്കെ ഇറക്കുമതി ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണല്ലോ. എല്ലാം കൂടെ 4-5 കോടിയെങ്കിലും വില മതിക്കുന്ന സാധനങ്ങളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വരുന്ന കള്ളക്കടത്ത് സ്വർണവും ഈ ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ടും ഒക്കെ നമ്മൾ ആഭരണങ്ങളാക്കി വിറ്റഴിച്ചാൽ നമുക്ക് എത്ര കോടി രൂപയുടെ ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നുള്ളത് അറിയാവോ? കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് നമ്മൾ അതുമൂലം നേടാൻ പോകുന്നത്. ഓണത്തിന് നമ്മൾ ഈ സെയിൽ കൈയടക്കിയാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഷെയർ കൂടുകയും ചെയ്യും. അത് മാത്രമല്ല, ഓണത്തിന് റെക്കോർഡ് സെയിൽ നടന്നാൽ തന്നെ നമ്മുടെ കമ്പനിയിൽ പുതിയ പുതിയ ഡീലർഷിപ്പുകളൊക്കെ നടക്കുമെന്നും അതുപോലെ ഷെയറും കൂടുമെന്നൊക്കെ പറയുകയാണ് നാഗേന്ദ്രൻ. അപ്പോൾ ഡേവിഡും പറയുന്നുണ്ട്, അതെ സർ, അത് നമ്മൾ മുന്നിൽ കണ്ടു വേണം ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ ചുവടും വെക്കാനായിട്ട്. എന്നിട്ട് നാഗേന്ദ്രൻ അബിയോട് പറയുന്നുണ്ട്, എടാ മോനെ, നീ മൂർത്തി ജ്വല്ലറിയിൽ കാണിച്ചു കൂട്ടിയ തിരിമറികളൊക്കെ എല്ലാം ഞങ്ങൾക്ക് അറിയാം. അതുപോലൊന്നും ഇവിടെ കാണിക്കാൻ നിൽക്കരുത്. കാരണം നിന്റെ അച്ഛൻ വളരെ ബുദ്ധിമുട്ടി കെട്ടിപ്പടുത്തിയ സാമ്രാജ്യമാണിത്. അതൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതെ പോയാലുള്ള നഷ്ടം, അതൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതെ പോയാലുള്ള അവസ്ഥ നിനക്ക് അറിയാമല്ലോ. അതുകൊണ്ട് നീ കൂടുതൽ സാഹസികത്തിനൊന്നും നിൽക്കരുത്. ഇതെല്ലാം വൈകാതെ നിങ്ങൾക്ക് തന്നെയുള്ളതാ. അത് നിനക്ക് എപ്പോഴും ഓർമ്മ വേണം. ഡേവിഡ് നീയും ഇനി അങ്ങോട്ടേക്കുള്ള ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് ഒരു പാകപ്പിഴ പോലും സംഭവിക്കാതെ വേണം കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ. ഡേവിഡിന് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അതെല്ലാം ഡേവിഡിനോട് തന്നെ നീ ചോദിച്ച് മനസ്സിലാക്കുകയും ഡേവിഡ് പറയുന്ന പ്രകാരം വേണം നീ ഓരോ കാര്യങ്ങളും ചെയ്യാനെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ അബിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എല്ലാ കാര്യത്തിനും ഡേവിഡിന്റെ സഹായം ചോദിക്കണമെന്നും ഡേവിഡ് പറയുന്ന പോലെ അനുസരിക്കണമെന്നൊക്കെ പറയുന്നത് അബിക്ക് അങ്ങോട്ടേക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാനാവുന്നില്ല. എന്നാലും അച്ഛനല്ലേ പറയുന്നത് ഓർത്തുകൊണ്ട് തന്നെ അബി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. നമ്മൾ എന്തായാലും ബൾക്കായിട്ട് ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ഇനി സാധനങ്ങളൊക്കെ കുറച്ച് വന്നു തുടങ്ങും. ഓണത്തിന് മുമ്പ് തന്നെ എല്ലാം ആഭരണങ്ങളാക്കി മാറ്റിയിരിക്കണം. മറ്റൊരു ജ്വല്ലറിക്കാർക്കും കൊടുക്കാൻ പറ്റാത്ത വിലക്കുറവിലും നല്ല ഡിസ്കൗണ്ടിലും ആയിരിക്കണം നമ്മുടെ ആഭരണങ്ങളൊക്കെ വിറ്റ് പോവേണ്ടത്. അങ്ങനെ നമുക്ക് റെക്കോർഡ് സെയിൽ തന്നെ ഇത്തവണ ഉണ്ടാവണം. ഡയമണ്ട് ആഭരണങ്ങളിലും അങ്ങനെ തന്നെ. ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഡയമണ്ട് ആഭരണങ്ങൾ നിർമ്മിക്കുന്നത് എന്നുള്ളത് ഒരു പട്ടിക്കുഞ്ഞ് പോലും അറിയാൻ പാടില്ല. എല്ലാം അതീവ രഹസ്യമായിരിക്കണം. ആർക്കും ഒരു സംശയവും ഉണ്ടാവാൻ പാടില്ല. ഇത്രയും നാളും നമ്മൾ എങ്ങനെയാണോ ഇതെല്ലാം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയത്, അതുപോലെ തന്നെ ഇനിയും ഇത് മുന്നോട്ട് പോകണമെന്നൊക്കെ അബിയോടും അതുപോലെ ഡേവിഡിനോടും പ്രത്യേകം പറയുന്നുണ്ട് നാഗേന്ദ്രൻ. ഡേവിഡ് പറയുന്നുണ്ട്, കപ്പൽ വഴിയല്ലേ സാറേ സാധനം എത്തുന്നത്? അത് നമ്മുടെ കൈകളിലേക്ക് എത്താൻ സാറ് വേറെ ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അതെ, അതിന് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർ തന്നെ സുരക്ഷിതമായി ആ സാധനം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചിരിക്കും. അതൊന്നും ഓർത്ത് താൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് നാഗേന്ദ്രൻ. അപ്പൊ അഭി പറയുന്നുണ്ട്, അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ മൂർത്തി ജ്വല്ലറി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തും അല്ലറ ചില്ലറ തിരിമറിയും കള്ളക്കടത്ത് സ്വർണ്ണ ആഭരണങ്ങളാക്കി വിൽക്കുന്ന പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന് കള്ളക്കടത്ത് സ്വർണ്ണമൊക്കെ മൂർത്തി ജ്വല്ലറിയുടെ ലേബലിൽ തന്നെ ആഭരണങ്ങളാക്കി വിറ്റഴിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് അച്ഛൻ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. മൂർത്തി ജ്വല്ലറി നിന്നോണ്ട് തന്നെ കള്ളക്കടത്ത് സ്വർണം അവരുടെ ലേബലിൽ വിറ്റഴിക്കാൻ എനിക്ക് ആവുമെങ്കിൽ പിന്നെ നമ്മുടെ സ്വന്തം ജ്വല്ലറിയിൽ ഞാൻ അത് നല്ല രീതിക്ക് ചെയ്യുകയല്ലേ അച്ഛാ. ഇക്കാര്യത്തിൽ അച്ഛന് ഞാൻ 100% ഉറപ്പ് തരാം. അച്ഛൻ ഒന്നും കൊണ്ടും പേടിക്കേണ്ട എന്നൊക്കെ തന്നെ അഭി പറയുകയാണ്. അച്ഛൻ അറിയാവല്ലോ, അതിൻ്റെയൊക്കെ പേരില എന്നെ അവിടുന്ന് പുറത്താക്കിയത്. സ്വർണ്ണപ്പണിക്കാരനും എൻ്റെ കൂടെ അന്ന് ഉണ്ടായിരുന്നതുകൊണ്ട് തൽക്കാലമൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് നിന്നതാ. അവിടെയും ആ നന്ദു കാരണം ആ കേസെല്ലാം അവൾ പിന്നെയും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്. എന്തായാലും നമ്മുടെ ജ്വല്ലറിക്ക് ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ട് വേണം എനിക്ക് അവരുടെയൊക്കെ മുമ്പിലൊന്ന് തല ഉയർത്തി നിൽക്കാൻ. എൻ്റെ അച്ഛൻ്റെ സ്വന്തം സ്ഥാപനമാണ്, ഈ കമ്പനിയുടെ MD ഞാനാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് അവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കണം എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ അബി. അപ്പം ഡേവിഡിനും ഇത് കേട്ടിട്ട് വലിയ സന്തോഷമൊക്കെയാണ് കേട്ടോ. കാരണം ഡേവിഡിനും അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. ഡേവിഡിനെ അബി ചിന്തിക്കുന്ന പോലുള്ള കുരുട്ടുബുദ്ധിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരെ എപ്പോഴും ഒന്നാമതായി നിൽക്കണം എന്നൊക്കെ തന്നെയാണ് നമ്മുടെ ഡേവിഡ് മനസ്സിൽ വിചാരിക്കുന്നത്. അപ്പൊ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ആ ഒരു വാശി നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം മോനെ. മൂർത്തിയെ തകർക്കണം, അനന്തപുരി തറവാട് ഇല്ലാതാക്കണം, മൂർത്തി ജ്വല്ലറി എല്ലാം അടച്ചു പൂട്ടണം. അങ്ങനൊരു വാശി എൻ്റെ മനസ്സിൽ ആളി കത്തിക്കൊണ്ടിരുന്നുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം നേടിയെടുത്തത്. നിന്റെ മനസ്സിലും അതേ വാശി തന്നെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അവരെ തകർത്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്കൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാം സ്വന്തമാക്കിയതിനു ശേഷം MD സ്ഥാനത്തേക്ക് തന്നെ നീ കയറി വരണം.
ഇവിടെയാണ് നീ നിന്റെ കഴിവുകളൊക്കെ തെളിയിക്കേണ്ടത്. ഓണം നമുക്ക് കൈയടക്കാൻ കഴിഞ്ഞാൽ അത് നിന്റെ വിജയമായിട്ടായിരിക്കും ഞാൻ കണക്ക് കൂട്ടുന്നത്. അല്ലെങ്കിൽ നിനക്കറിയാവല്ലോ, തന്ത്രങ്ങൾ മെനയുന്ന കൂട്ടത്തിൽ നിന്റെ അനിയത്തിയും ഒട്ടും പിന്നിലല്ല. നമ്മുടെ കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ അവന്തികയെ ഏൽപ്പിക്കാന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചതാണ്. എന്നാൽ അവളുടെ മനസ്സിൽ ആനി കയറി കൂടിയത് കൊണ്ട് അനിയുടെ ഭാര്യയായിട്ട് ജീവിക്കണമെന്നാണല്ലോ അവളിപ്പോൾ ആഗ്രഹിക്കുന്നത്. അവന്തിക മോളും അനിയും തമ്മിലുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ എൻ ജ്വല്ലറി നമ്മുടെ കൈപ്പടിയില്ല. പിന്നീട് എൻ ജ്വല്ലറിയുടെ MD കസേരയിൽ അവന്തിക മോളായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പിന്നെ 2 ജ്വല്ലറികളുടെ മേൽനോട്ടം നമുക്ക് തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുകയാണ് നാഗേന്ദ്രൻ. എന്നാലും അബിക്ക് മനസ്സിൽ ചെറിയൊരു കുശുമ്പ് അവന്തികയോടുണ്ട് കേട്ടോ. കാരണം അച്ഛൻ അവളോട് ഇച്ചിരി അടുപ്പം കൂടുതൽ കാണിക്കുന്നുണ്ടോ എന്നൊക്കെ അബിക്ക് സംശയമുണ്ട്. എന്തായാലും എൻ്റെ കഴിവൊക്കെ തെളിയിക്കാൻ എനിക്ക് കിട്ടിയ ഒരു അവസരമായത്. ഈ ഒരു അവസരം പാഴാക്കി കളയാൻ പറ്റില്ല. എൻ്റെ അനിയത്തി ആണെങ്കിൽ പോലും അവൾക്ക് ഇതെല്ലാം കൂടി ഞാൻ കൊടുക്കാൻ പോണില്ല. ഇതെല്ലാം ഞാൻ എൻ്റെ കൈപ്പിടിയിൽ തന്നെ ഒതുക്കുമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അബി. അടുത്ത ദിവസം തന്നെ കള്ളക്കടത്ത് സ്വർണം കുറേശ്ശെയായിട്ട് എത്തുമെന്നൊക്കെ നാഗേന്ദ്രൻ ഇപ്പോൾ ഇവരോട് പറഞ്ഞല്ലോ. അങ്ങനെ പിറ്റേ ദിവസം ഡേവിഡും അബിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നവ്യ അതുവഴി ഇങ്ങനെ വരുമ്പോഴേക്കും തന്നെ ഇവരുടെ സംസാരത്തിൽ എന്തോ ഒരു രഹസ്യമുണ്ടല്ലോ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ഇങ്ങനെ ഒളിഞ്ഞു കേൾക്കാൻ നിൽക്കുകയാണ്. ജ്വല്ലറിയിലേക്ക് കള്ളക്കടത്ത് സ്വർണം വരുന്നതിന്റെ കാര്യങ്ങളാണ് ഇവർ സംസാരിക്കുന്നതൊക്കെ ഉള്ളത് ഒളിഞ്ഞു മറഞ്ഞു നിന്ന് നവ്യ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ സ്വർണം വരുന്ന റൂട്ടുകളെല്ലാം തന്നെ ഡേവിഡ് അബിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആൾക്കാർ എവിടെയൊക്കെ കാണും, ഏതുവഴിയാണ് സ്വർണം വരുന്നത്, ആരുടെ കൈകളിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്, അത് നമ്മൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവരവിടെ പറയുന്നുണ്ട്. അപ്പൊ അബിൻ തിരിച്ചു പറയുന്നുണ്ട്, നമ്മൾ 3 ആളല്ലാതെ മറ്റാരും തന്നെ ഇത് അറിഞ്ഞിട്ടില്ല. ഇനി വേറൊരാളും ഇത് അറിയാൻ പാടില്ല. അതുകൊണ്ട് നമ്മളെല്ലാം തീരുമാനിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം. അറിയാമല്ലോ, അച്ഛൻ ഇപ്പോഴും ആരുടെ മുമ്പിൽ മുഖം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അച്ഛൻ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അച്ഛൻ്റെ പേര് ഒരിക്കലും പുറത്ത് പറയാനും പാടില്ല എന്നൊക്കെ അബി വാണിംഗ് കൊടുക്കുന്നുണ്ട് ഡേവിഡിന്. അച്ഛൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നത് വരെ അച്ഛൻ അവിടെ മറിഞ്ഞു തന്നെ ഇരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡേവിഡും പറയുന്നുണ്ട്, അതെ അബി സാറേ, അങ്ങനെ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഒരിക്കലും നാഗേന്ദ്ര സാറിനെ ഇതിലോട്ട് വലിച്ചെടുക്കാൻ പാടില്ല. നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളിലും മുൻകരുതലെടുക്കണം. ഒരിക്കലും ഒരു പാകപ്പിഴവും ഇവിടെ സംഭവിക്കാൻ പാടില്ല. അബിസാറിന്റെ അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നടക്കണം. ഇതുവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ള സ്വർണം എല്ലാം തന്നെ അങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആകെ കൂടി ഒരിക്കൽ മാത്രമേ ആ സ്വർണം പിടിക്കപ്പെട്ടിട്ടുള്ളൂ. അതന്ന് ആരാ പിടിച്ചെന്നൊക്കെയുള്ളത് സാറിന് അറിയാമല്ലോ. അവനോട് രക്ഷപ്പെട്ടുകൊണ്ട് അവന്റെ കാര്യം തന്നെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു. പിന്നീട് ഒരു തെളിവ് നമ്മൾ അവശേഷിപ്പിച്ചില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ബാധ്യതകളൊന്നും തന്നെ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും. എൻ ജ്വല്ലറി എന്ന സാമ്രാജ്യം തുടങ്ങിയപ്പോൾ മുതലേ ഞാൻ നാഗേന്ദ്ര സാറിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ട് സാറേ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രോബ്ലംസും ഉണ്ടാവില്ല എന്നൊക്കെ തന്നെ ഡേവിഡ് ഉറപ്പ് പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ നവ്യ മറന്നു നിന്ന് കേൾക്കുകയാണ്. നവ്യയ്ക്ക് അതോടുകൂടി കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ കള്ളക്കടത്ത് സ്വർണം ഇന്നും നാളെയൊക്കെ ആയിട്ട് എൻ ജ്വല്ലറിയിലേക്ക് വരും എന്നുള്ള കാര്യം നവ്യ തിരിച്ചറിയുന്നുണ്ട്. സ്വർണവുമായിട്ട് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഏത് വഴി കൂടെ വരും എന്നുള്ളതും നമ്മൾ എങ്ങനെ അത് കളക്ട് ചെയ്യണമെന്നും എവിടെ അത് സ്റ്റോർ ചെയ്യും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കേട്ടിട്ട് നവ്യ ഇത് എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നാൽ നവ്യ ആകെ ഒരു സംശയത്തിന് മുന്നിൽ എത്തിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. നാഗേന്ദ്രൻ അബി കൂടെ പറയുന്നുണ്ടായിരുന്നല്ലോ, അച്ഛൻ്റെ ആഗ്രഹം നടക്കണം, അച്ഛൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം, ഒരിക്കലും അച്ഛൻ ഇതിലേക്ക് വലിച്ചിഴക്കരുത്, ഇനി അഥവാ പിടിക്കപ്പെട്ടാൽ തന്നെ അച്ഛൻ്റെ പേര് പുറത്ത് പറയരുത്, അച്ഛൻ ഇപ്പം ആർക്കും മുഖം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ. അത് ആരുടെ അച്ഛനെക്കുറിച്ചായിരിക്കും ഇവൻ പറഞ്ഞിട്ടുണ്ടാവുക? ഇവരുടെ അച്ഛൻ ഇവരെ നേരത്തെ ഉപേക്ഷിച്ച് പോയതല്ലേ. മുത്തശ്ശൻ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അയാളെ അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടതെന്നൊക്കെയാണല്ലോ കേട്ടിട്ടുള്ളത്. പിന്നീട് അയാൾ ആ തറവാട്ടിലേക്ക് വന്നതായിട്ടോ അല്ലെങ്കിൽ ഇവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ടോ ഒരറിവുമില്ല. പിന്നെ ഇവനിത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്നൊക്കെ നവ്യ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. നാഗേന്ദ്രൻ എന്ന പേര് നവ്യയുടെ മനസ്സിൽ ആഴത്തിൽ അങ്ങ് പതിയുകയാണ് കേട്ടോ. അപ്പൊ നവ്യ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് കേട്ടോ നവ്യക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. കിങ് കോബ്ര എന്ന് പറഞ്ഞില്ലേ നാഗരാജാവ്, അയാൾ തന്നെ നാഗേന്ദ്രൻ, അബിയുടെ അച്ഛൻ നാഗേന്ദ്രൻ. അബിയുടെ അച്ഛന്റെ പേര് നാഗേന്ദ്രൻ. അതെ, അയാൾ തന്നെയാണ് മറഞ്ഞിരിക്കുന്ന ശത്രു. അപ്പൊ വെറുതെയല്ല, ആർക്കും സംശയമാകാത്ത രീതിയിൽ എന്നെ ചാക്കിലാക്കി അബിയെ ഇവിടെ കയറ്റാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഇവരുടെയൊക്കെ ലക്ഷ്യം. എന്തായാലും അങ്ങനെ തന്നെ നടന്നല്ലോ. അബിയുടെ മുൻകാല ചരിത്രങ്ങളൊക്കെ നോക്കിയാൽ ആരും തന്നെ ഇവന് ജോലി കൊടുക്കില്ല. ആ സ്ഥാനത്ത് ഇവൻ ഇവിടെ മാനേജറാക്കിയല്ല ചെയ്തത്. ഇവിടെയുള്ള എല്ലാവരും അബിയെ സാറെന്നല്ലേ വിളിക്കുന്നത്. ഡേവിഡ് പോലും സാറെന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അബിയുടെ അച്ഛൻ നാഗേന്ദ്രനാണ് ഈ എൻ ജ്വല്ലറിയുടെ MD എങ്കിൽ, ഈ മറിഞ്ഞിരിക്കുന്ന ശത്രു എങ്കിൽ, മൂർത്തിസ് ജ്വല്ലറിയും അങ്ങനത്തെ ഒരു തറവാടിനെ മൂർത്തി മുത്തശ്ശനെയും ആദർശേട്ടനെയൊക്കെ തകർക്കാൻ നോക്കുന്നത് അയാൾ തന്നെയായിരിക്കും. അവരോട് പകരം വീട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇയാൾ ഇതുപോലൊരു തന്ത്രവുമായിട്ട് തുനിഞ്ഞിറങ്ങിയത്. അബിക്കും ഡേവിഡിനും ഒക്കെ ഇതിൽ നല്ല പങ്കുണ്ടാകും. എന്തായാലും ഇവരെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്തായാലും കൊള്ളാം, വെറുതെയല്ല,
അനഘയുടെ കാര്യത്തിൽ ഇയാൾ അബിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തില്ല എന്നോട് സംസാരിച്ചത്. അത് മാത്രമല്ല, അന്ന് DNA ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത സമയത്തും അത് ആദർശിന്റെ കുഞ്ഞാണെന്ന് ഇയാൾ എന്നോട് തറപ്പിച്ച് പറയുകയല്ലായിരുന്നോ? എല്ലാം അബിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും ഇനി ഇവരെ വെറുതെ വിടാൻ പാടില്ല. ഇത്രയും വലിയൊരു രഹസ്യമല്ലേ ഇപ്പം ഇവരുടെ വായിൽ നിന്ന് തന്നെ വീണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് അറിയിക്കാനുള്ളവരൊക്കെ അറിയിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവരങ്ങളെല്ലാം നന്ദുവിനെ അറിയിക്കണം. ആ ഡീല് നഷ്ടമായതുപോലെ തന്നെ ഈ കള്ളക്കടത്ത് സ്വർണവും അവർക്ക് നഷ്ടമാകണം. കോടിക്കണക്കിന് രൂപയുടെ ലാഭം നോക്കിയല്ലേ അവരിതൊക്കെ ഇറക്കുമതി ചെയ്യുന്നത്. ഇനിയിപ്പോൾ കോടിക്കണക്കിന് രൂപ അവർക്ക് ലോസ് ആവട്ടെ. ഇത് തന്നെയായിരിക്കും അവരൊട്ടും പ്രതീക്ഷിക്കാത്ത അവരുടെ രണ്ടാമത്തെ തകർച്ച. ഇങ്ങനെ അബിയും ഡേവിഡും ആ നാഗേന്ദ്രയൊക്കെ തകർന്നത് എനിക്ക് കാണണം. നവ്യ പിന്നെ ഒന്നും ആലോചിച്ച് നിന്ന് സമയം കളയുന്നില്ല. നേരെ നമിതയുടെ അടുത്തേക്ക് ചെന്നിട്ട് നന്ദുവിന് മെസ്സേജ് അയക്കുകയാണ്. ഈ കള്ളക്കടത്ത് സ്വർണം വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നവ്യയുടെ സുഹൃത്ത് വഴി നന്ദുവിനെ അറിയിക്കുകയാണ്. അങ്ങനെ നന്ദുവിന് വീണ്ടും ഒരു അജ്ഞാത സന്ദേശമായിട്ട് ഈ വിവരങ്ങളെല്ലാം തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നന്ദു അത് എത്രയും പെട്ടെന്ന് തന്നെ ആദർശിനെ അറിയിക്കുകയും ആദർശും നന്ദുവും കൂടെ പ്ലാൻ ചെയ്ത് അതീവ രഹസ്യമായിട്ട് തന്നെ ഇതിനെ കൈയോടെ പിടികൂടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം നാഗേന്ദ്രയെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഒക്കെ ആദർശിന് തന്നെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ അന്വേഷിക്കുന്ന ആ കിങ് കോബ്ര മറ്റാരുമല്ല അബിയുടെ സ്വന്തം അച്ഛനായ നാഗേന്ദ്രനാണെന്നും അയാളുടെ തന്നെ മറ്റൊരു ഹോട്ടലിൽ താമസിക്കുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞ് ഒരു സന്ദേശം അയക്കുകയാണ് കേട്ടോ. രണ്ടുപേരുടെ ഫോണിലേക്ക്, നന്ദുവിൻ്റെയും ആദർശേട്ടൻ്റെയും ഫോണിലേക്ക് മെസ്സേജുകൾ വന്നു. ഒന്ന് കള്ളക്കടത്ത് സ്വർണത്തിൻ്റെയും ഒന്ന് നാഗേന്ദ്രൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് നല്ല സംശയം ആവുന്നുണ്ട്. ഇനി ഇതെന്തെങ്കിലും ട്രാപ്പാണോ, ഇവരെ ചതിയിൽപ്പെടുത്താനുള്ള പ്ലാനിങ്ങളൊക്കെ ആണെന്നുള്ളത് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് സേവിയറുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് ഈ മെസ്സേജ് അയച്ചിരിക്കുന്ന ആളെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് സേവിയറിനോട് പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ട്രാക്ക് ചെയ്യാൻ സേവിയറിനും കഴിയുന്നില്ല. എന്തായാലും ഇതുവരെ കിട്ടിയ അജ്ഞാത സന്ദേശം വെച്ച് നോക്കുമ്പം നമ്മളെ സഹായിക്കാൻ ശ്രമിക്കുന്നവർ തന്നെയാണ്, അല്ലാതെ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരല്ല എന്നൊക്കെയുള്ളൊരു ധാരണയിൽ അവരെത്തുകയും അതിന് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആദർശിന് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതങ്ങോട്ടേക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാനും കഴിയുന്നില്ല കേട്ടോ. കാരണം നാഗേന്ദ്രൻ എന്ന പേര് ചെറുപ്പത്തിലെ കേട്ട ഓർമ്മയേ ഉള്ളൂ. അയാളെ കണ്ടൊരു പരിചയം പോലും നമ്മുടെ ആദർശിനില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ നാഗേന്ദ്രനാണെന്നൊക്കെ അറിഞ്ഞതോടുകൂടി മുത്തശ്ശനെ തന്നെ നേരിട്ട് വിളിക്കുന്നുണ്ട് ആദർശ്. അതിനുശേഷം ജ്വല്ലറിയുടെ യഥാർത്ഥ ഉടമയെ കണ്ടെത്തിയെന്നും അയാൾ മറ്റാരുമല്ല മുത്തശ്ശൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് തറവാട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ട നമ്മുടെ ജലജയപ്പിച്ചയുടെ ഭർത്താവായ നാഗേന്ദ്രനാണെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ വിവരം മുത്തശ്ശനെ അറിയിച്ചതോടുകൂടി ആദർശന്റെ കൂടെ മുത്തശ്ശനും കൂടെ നേരെ ഹോട്ടലിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ സമയത്ത് നന്ദു ആണെങ്കിലും ആ കള്ളക്കടത്ത് സ്വർണം കൈയോടെ പിടികൂടുകയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഡേവിഡിനെയും അതുപോലെ അബിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അബിയും ഡേവിഡിനെയൊക്കെ അറസ്റ്റ് ചെയ്ത വിവരങ്ങൾ വൈകാതെ തന്നെ നാഗേന്ദ്രൻ അറിയുകയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശനും ആദർശവും ഒക്കെ കൂടി നാഗേന്ദ്രനെ പൂട്ടാനായിട്ട് നാഗേന്ദ്രൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ചെന്ന് നാഗേന്ദ്രനെ കൈയോടെ പിടികൂടുകയും അവിടെ ഇട്ട് നാഗേന്ദ്രനെ കുറെ തല്ലി ചതയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയധികം തന്നെയും തന്റെ കുടുംബത്തെയും തന്റെ കൊച്ചുമക്കളെയൊക്കെ ഉപദ്രവിക്കുകയും അതുപോലെ നാണം കെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ നാഗേന്ദ്രൻ. ആ ഒരു ദേഷ്യം മുഴുവൻ മുത്തശ്ശനങ്ങ് തീർക്കുകയാണ് കേട്ടോ. അത് മാത്രമല്ല, തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൊച്ചുമകനായ ആദർശ് ഇത്രയും നാളും തറവാട്ടിൽ നിന്ന് മാറി നിന്നോ തന്നെ ഈ നാഗേന്ദ്രനും അബിയും ഒക്കെ കാരണമാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് തന്നെ പൊതുരെ തല്ലുന്നുണ്ട് നാഗേന്ദ്രനെ. ഡേവിഡിനെ അബിയൊക്കെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയതിനു ശേഷം തന്നെ നന്ദു അങ്ങോട്ടേക്ക് വന്നിട്ട് നാഗേന്ദ്രനെ കൂടി അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിന്റെയൊക്കെ ഒരു മാസ്റ്റർ ബ്രെയിൻ നാഗേന്ദ്രനാണല്ലോ. അങ്ങനെ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നതിന്റെ പേരിലും ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട് വിറ്റഴിച്ച പേരിലും അതുപോലെ കൊലക്കുറ്റത്തിനും ടാക്സ് വെട്ടിപ്പിനും എല്ലാം ചേർത്ത് നമ്മുടെ നന്ദു കണക്കിന് തന്നെ കൊടുക്കുന്നുണ്ട് നാഗേന്ദ്രയ്ക്ക്. അങ്ങനെ നാഗേന്ദ്രയുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഫ്രീസ് ചെയ്ത് എല്ലാം ബ്ലോക്ക് ചെയ്യുകയാണ് കേട്ടോ. നാഗേന്ദ്രയുടെ ഫോണിലുള്ള ഡീറ്റെയിൽസും എല്ലാം കളക്ട് ചെയ്ത് നോക്കുന്ന സമയത്താണ് അവന്തികയും നാഗേന്ദ്രനെ കൂടെ കോൾ ചെയ്തിട്ടുള്ളതൊക്കെ ആയിട്ട് ഇവർ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ അവന്തികയ്ക്കും ഇതിലൊക്കെ ഒരു പങ്കുണ്ടെന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെ അവന്തികയും നന്ദു അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവന്തികയ്ക്ക് ഇതിലൊന്നും നേരിട്ട് പങ്കില്ലെന്നൊക്കെ പറയുന്നതുകൊണ്ട് അവന്തിയെ പിന്നെ വെറുതെ വിട്ടയക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവരെ കോടതിയിൽ ഹാജരാക്കി അവർക്ക് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അവരെ ജയിലിലാക്കുകയും ചെയ്യുന്നുണ്ട് നന്ദു. അനന്തപുരി തറവാടിന്റെ മൂർത്തി മുത്തശ്ശന്റെ മൂർത്തി ജ്വല്ലറിയുടെയൊക്കെ ശത്രുക്കളായ നാഗേന്ദ്രയും ഡേവിഡിനെയും അബിയും ഒക്കെ അകത്താക്കി വിജയശ്രീ ലാളിതനെ നയനയും കോട്ടി ആദർശിച്ച് തിരികെ തറവാട്ടിലേക്ക് തന്നെ എത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ നിന്ന് സഹായിച്ചത് അവസാനം നവ്യാണെന്ന് കൂടി അവർ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ ഇതെല്ലാം നേരത്തെ തന്നെ മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കുകയായിരുന്നുവെന്നും ശരിക്കും ഇവരുടെ ഈ ഒരു വിജയത്തിന് പിന്നിൽ നവ്യയുടെ സഹായമാണ് ഏറ്റവും വലുതെന്നൊക്കെ പറഞ്ഞ് നവ്യനെ പിന്നെ അവരെല്ലാവരും ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നവ്യയുടെ നല്ല മനസ്സ് അവർ തിരിച്ചറിയുകയും നവ്യയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സപ്പോർട്ടും ചെയ്ത് മുത്തശ്ശൻ നവ്യനെ തറവാട്ടിൽ തന്നെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.